ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി മീൻ കറി മീൻ വറുത്തതും ഉണ്ടാക്കാം. കിളിമീനാണ് യൂസ് ചെയ്യുന്നത്. കിളിമീൻ തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. ഇതെന്റെ അമ്മയുടെ റെസിപ്പിയാണ്, എന്റെ ഫേവറേറ്റ് മീൻ കറിയാണ്. അപ്പൊ ഈ മീൻ കറി മീൻ വറുത്തത് ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. ഈ മീൻകറി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് കഴുകി വൃത്തിയാക്കിയെടുത്ത കിളിമീൻ, തേങ്ങ ചിരകിയത്, പച്ചമാങ്ങയും കുഞ്ഞുള്ളിയും ഇഞ്ചിയും നീളത്തിലരിഞ്ഞത്, പച്ചമുളക് കീറിയത്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കശ്മീരി മുളക് പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, വെള്ളം, കറിവേപ്പില. ആദ്യം നമുക്ക് ഈ മീൻകറിക്കുള്ള അരപ്പുണ്ടാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 100 ഗ്രാം തേങ്ങ ചിരകിയതിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇനി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും ഇടാം. ഇനി ഏകദേശം 1/2 ടീസ്പൂൺ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടാം. ഇനി ഇതിലേക്ക് ഏകദേശം 3/4 ടീസ്പൂൺ ഉപ്പിടാം. ഇനി ഇത് നന്നായി അരച്ചെടുക്കാം. അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്മൂത്തായി അരഞ്ഞു കിട്ടാൻ ഞാൻ ഏകദേശം 3/4 കപ്പ് വെള്ളം ഒഴിച്ചായിരുന്നു. ഇനി അടുപ്പത്ത് ഒരു മീൻചട്ടി വെച്ച് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും 3/4 കപ്പ് വെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇനി അരപ്പിലേക്ക് മിച്ചമുള്ള 1/2 ടീസ്പൂൺ ഇഞ്ചി ഇടാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഇടാം. ഇനി പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് മിക്സ് ചെയ്യാം. ഇനി അരപ്പൊന്ന് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കിളിമീൻ ഇടാം. മീനിട്ട് കഴിഞ്ഞ് ഇപ്പം ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ അരപ്പ് പിന്നെയും തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 15 മിനിറ്റ് വേവിക്കാം. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് കുറവാ. ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഏകദേശം 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മീൻ വെന്തിട്ടുണ്ടോ നോക്കാം. മീൻ നന്നായി വെന്തിട്ടുണ്ട്. കറി ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ കറിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ഇടാം. നമ്മളുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇതിനെ അടച്ച് മാറ്റിവെക്കാം. കിളിമീൻ ഫ്രൈ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് കിളിമീൻ, വെളുത്തുള്ളി, ഇഞ്ചി, കുഞ്ഞുള്ളി, മഞ്ഞൾപ്പൊടി, കശ്മീരി മുളക് പൊടി, കുരുമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ, പച്ചമുളക്, ഉപ്പ്. ആദ്യം നമുക്ക് മീനിനുള്ള അരപ്പുണ്ടാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3/4 ടീസ്പൂൺ കുരുമുളകും 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഇടാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും കുഞ്ഞുള്ളിയും കറിവേപ്പിലയും ഇടാം. ഇനി ഇതിലേക്ക് ഏകദേശം 3 നുള്ളു മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ഇടാം. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. മീനിനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാണ് ഇതുപോലെ അരച്ചെടുത്തത്. ഈ കിളിമീൻ ഞാൻ നന്നായി കഴുകി വരഞ്ഞെടുത്താണ്. ഇനി നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് ഈ മീനിലേക്ക് നന്നായി പിടിപ്പിക്കാം.
ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഏകദേശം 15 മിനിറ്റിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഓരോന്നായി വെക്കാം. ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ആയിരിക്കണം. ഇനി മീനിന്റെ മേളിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 8 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതെല്ലാം ഒന്ന് മറിച്ചിടാം. ഇനി ഇതിന്റെ മേളിൽ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 8 മിനിറ്റ് കഴിഞ്ഞു. ഇനി മീനെല്ലാം ഒന്നുകൂടി മറിച്ചിടാം. ഇനി ഇതിന്റെ സൈഡിൽ കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഒരു പച്ചമുളക് കീറിയതും അരിഞ്ഞിടാം. ഇനി ഇതിന്റെ മേളിൽ സ്വല്പം എണ്ണ ഒഴിച്ച് ഇതൊന്ന് ചെറുതായി മിക്സ് ചെയ്യാം. കിളിമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിനെ അടുപ്പത്തുനിന്ന് മാറ്റി സെർവ് ചെയ്യാം. ഈ മീൻകറിയുടെയും മീൻ വറുത്തതിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കണേ. അടുത്ത റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്